ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് ബിഞ്ച് വർത്തി സീരീസ് റെക്കമെൻഡേഷൻസുമായിട്ടാണ്. സോ എല്ലാം തന്നെ ഞാൻ ഒരുപാട് വർഷം മുന്നേ വായിച്ച സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മെമ്മറി കുറച്ച് കുറവാണ്. സം പോയിന്റ് ഓഫ് മൈ ലൈഫ് ഐ എൻജോയ്ഡ് ദീ സീരീസ്. അതുകൊണ്ടാണ് ഈ റെക്കമെൻഡേഷൻസുമായിട്ട് വന്നിട്ടുള്ളത്. എല്ലാം തന്നെ ബിഞ്ച് വർത്തി ആയിട്ടുള്ള ഫാസ്റ്റ് പേസ്ഡ് സീരീസ് ആണ്. സോ ഈ സീരീസിനെ പറ്റിയിട്ട് സ്പോയിലേഴ്സ് ഇല്ലാതെ ജസ്റ്റ് അതിനെ പറ്റിയിട്ടുള്ള ബ്രീഫ് കോൺസെപ്റ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. ആൻഡ് വിച്ച് സീരീസിലെ ഏത് ബുക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏതാണ് ലീസ്റ്റ് ഫേവറേറ്റ്, ഇതൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ദിസ് വീഡിയോ. So without further ado, let's get started. The first one is Millennium Trilogy. ഒരുപാട് പേര് എൻജോയ് ചെയ്ത ഒരു സീരീസ് ആണ് Millennium Trilogy. കാരണം കുറച്ച് ഹൈപ്ഡ് ആയ ഒരു ബുക്കാണ്. അത്രയും ബിഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു സീരീസ് ആണ്. ഇറ്റ്സ് എ ക്രൈം ത്രില്ലർ, അതും വിത്ത് ലോട്ട്സ് ഓഫ് സസ്പെൻസ്. ഐ ഡോണ്ട് നോ വൈ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഒരു സീരീസിനെ പറ്റി ഞാൻ എവിടെ അധികം കേൾക്കുന്നില്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഡിസേർവ്സ് മോർ ഹൈപ്പ്. ഹെൻറിക് വാങ്കർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട്, നീസ്. ഹാരിയറ്റ് 16 വയസ്സായപ്പോൾ 40 വർഷങ്ങൾക്ക് മുന്നേ മിസ്സിങ് ആയതാണ്. പിന്നെ ഒരു ഐഡിയ ഇല്ല എവിടെയാണെന്ന്, ലൈക്ക് മരിച്ചിട്ടുണ്ടോ, മിസ്സിങ് ആയതാണോ ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഹെൻറിക്കിന്റെ എല്ലാ ബർത്ത്ഡേക്കും അവള് കൊടുക്കാറുള്ള പൂവ് ഫ്രെയിം ചെയ്തിട്ട് എല്ലാ കൊല്ലും ബർത്ത്ഡേക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് ആരോ അയക്കുന്നുണ്ട്, അനോണിമസ് ആയിട്ട്. ഹെൻറിക് ഇസ് ലൈക്ക് ഈ അവനെ ടോർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കില്ലർ എല്ലാ കൊല്ലും ഇത് അയക്കണം. സോ ആ ഒരു കില്ലറിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്കേൽ എന്ന് പറഞ്ഞ നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത്. ആൻഡ് മൈക്കേലിന്റെ കൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന ലേഡിയാണ് ലിസബത്ത്. അപ്പോൾ ലിസബത്ത് ഭയങ്കര കിക്ക് ആസ് ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ ഈ ബുക്കിനെ പറ്റി എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ലിസബത്തിന്റെ ക്യാരക്ടറാണ്. സ്ട്രോങ് ആയിട്ടുള്ള ലീഡ് നറേറ്ററാണ്. അവളൊരു ഹാക്കറാണ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റർ. സോ ഇവർ രണ്ടുപേരും കൂടെ ഡിഗ് ചെയ്യാണ് ഈ ഒരു ഫാമിലി സീക്രറ്റ്സ്. ഫാമിലിയിൽ തന്നെ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് ഊരാങ്കുടുക്ക് പോലെ അവരുടെ മകള്, ഇവരുടെ അങ്ങനെ ഒരു ഊരാങ്കുടുക്ക് പോലെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണിത്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദ ഫസ്റ്റ് ബുക്ക്. ഇനി ഫസ്റ്റ് ബുക്ക് ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടും വായിക്കാം. ഫസ്റ്റ് ബുക്ക് വായിച്ചാൽ അത് നെസസറി അല്ല സെക്കൻഡ് ബുക്ക് പിക്ക് ചെയ്യണം എന്ന്. ബട്ട് സെക്കൻഡ് ബുക്ക് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആ ക്യാരക്ടേഴ്സ് നമുക്ക് ഒന്നും കൂടി കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് ബുക്ക് വായിച്ചാൽ എന്തായാലും തേർഡ് ബുക്ക് വായിക്കേണ്ടി വരും, ബിക്കോസ് സെക്കൻഡ് ബുക്ക് അങ്ങനെയാണ്. ബട്ട് ഐ തിങ്ക് മൈ ലീസ്റ്റ് ഫേവറേറ്റ് ഇസ് ദ തേർഡ് ബുക്ക്. ഫസ്റ്റ് ബുക്കും സെക്കൻഡ് ബുക്കും എനിക്ക് ഒരുപോലെ ഇഷ്ടമായി. ബട്ട് തേർഡ് ബുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ഡ്രാഗ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. സോ അതാണ് എൻ്റെ ഒപ്പീനിയൻ. എനിക്ക് അതിനെ പറ്റിയിട്ട് നല്ല മെമ്മറി ഒന്നുമില്ല. ലൈക്ക് ഞാൻ ഒരു 6-7 വർഷങ്ങൾക്ക് മുന്നേ വായിച്ചതാന്ന് തോന്നുന്നു. ഹെവി ടോപ്പിക്സിനെ പറ്റിയിട്ടില്ലേ പറയുന്നുണ്ട്. ലൈക്ക് ലിസബത്തിന്റെ പാസ്റ്റ് അത്രയും ബ്യൂട്ടിഫുൾ പാസ്റ്റ് അല്ല. ലൈക്ക് അവൾ ആ ഒരു സ്ട്രോങ് ക്യാരക്ടർ ആവാനുള്ള കാരണം അവളുടെ ആ ഒരു ട്രോമാറ്റിക് പാസ്റ്റ് ആണ്. ലിസബത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എൻ്റെ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിന് സ്യൂട്ടായ ഒരു ക്യാരക്ടറായിരുന്നു. ലൈക്ക് ഫ്രം ഹെർ ഐ സ്റ്റാർട്ടഡ്. സോ ഓഫ് കോഴ്സ് എനിക്ക് ഇത് റീഡ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. സോ ഇറ്റ് വാസ് എ 4.5 star read throughout. I really recommend this book. So if you love a crime suspense thriller trilogy to binge, then definitely pick this one. അടുത്തതാണ് ഇൻഹെറിറ്റൻസ് ഗെയിംസ്. ബട്ട് എനിക്കിത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഐ എൻജോയ്ഡ് ഇറ്റ് അറ്റ് ദ മൊമെന്റ് ഓഫ് റീഡിങ്, ബട്ട് നോട്ട് മൈ ഫേവറേറ്റ്. കംപ്ലീറ്റ്ലി ഒരു 3 star സീരീസ് ആയിരുന്നു. ബട്ട് ബിഞ്ച് വർത്തി സീരീസ് പറയുന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റില്ല. സോ അത്രയും ബിഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു സീരീസ് ആണ്. സോ മെയിൻ ക്യാരക്ടറാണ് ആവറി ഗ്രാംസ്. അപ്പൊ അവൾക്ക് പാരന്റ്സ് ഒന്നുമില്ല. സോ അവള് എന്താ പറയാ, അവള് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ക്രൈസിസിലൂടെ ഒക്കെ പോകുന്ന ഒരു ജീവിതമാണ് അവളത്. സോ അവളെ കൂടെ ഉള്ളത് അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ ആണ്. സോ അവർ രണ്ടുപേരും കൂടി ലൈഫ് എൻഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെടുന്ന 2 ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടോബിയാസ് ഹോത്തോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബില്യണയർ, ഭയങ്കര കോടീശ്വരനായിട്ടുള്ള ഒരാള് ആള് മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ വില്ലുണ്ടാവുമല്ലോ, നമ്മള് ഈ ഷെയർസ് ഒക്കെ ഇൻഹെറിറ്റ് ആർക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആ വില്ല് റീഡ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യാണ് ആവറിനെ. സോ ആവറി ഈസ് ലൈക്ക് വൈ? ആവറിക്ക് അറിയില്ല എന്തിനാണ് ആവറിനെ അങ്ങനെ ഒരു, അവളൊരു ഹോത്തോൺ ഫാമിലിയിലുള്ള ആളല്ല, അവള് ഒട്ടും റിലേറ്റഡ് അല്ല. സോ ഒരു സാധാരണക്കാരിയായ അവളെ എന്തിനാണ് ആ ഒരു വിൽ റീഡിങ്ങിന് വിളിക്കുന്നതെന്ന് അവൾക്ക് അറിയില്ല. അങ്ങനെ അവള് ഈ ഹോത്തോൺ ഫാമിലിയിലെ ഈ ഒരു വിൽ റീഡിങ്ങിന് പോവാണ്.
അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അവളുടെ കൂടെ ഉള്ളത് കുറെ ഹോത്തോൺ ഫാമിലിയിലുള്ള ആൾക്കാരുണ്ട്, പിന്നെ 4 ബോയ്സ് ഉണ്ട്. സോ അവരൊക്കെ ഈ ടോബിയാസ് ഹോത്തോന്റെ ഗ്രാൻഡ് കിഡ്സ് ആണ്. സോ അവരാണ് ശരിക്കും ഇൻഹെറിറ്റ് ചെയ്യേണ്ട ഇതായിട്ടുള്ള ആൾക്കാർ. സോ അവരൊക്കെ ലൈക്ക് എന്തിന് ഈ ഒരു ഗേള് ഇതിന് വേണം എന്ന് പറയും. സോ ലോയർ വിൽ ബി ലൈക്ക് അവള് വേണം എന്ന് ടോബിയാസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ വിൽ റീഡിങ് കഴിയുമ്പോഴാണ് മനസ്സിലാവുക ലൈക്ക് അവളാണ് മേജർ ഷെയർ ഹോൾഡർ, ഇതെല്ലാം അവൾക്കാണ്. സോ ഇത്രയും ഒരു സാധാരണക്കാരിയായ അവൾക്ക് ഈ ഒരു ഹോത്തോൺ ഫാമിലിയുടെ എല്ലാ സ്വത്തും എന്തുകൊണ്ട് കൊടുത്തെന്നാണ് നമ്മളൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. സോ അവളും ഭയങ്കര ക്യൂരിയസ്, അവൾക്കും അറിയില്ല എന്താണ് സംഭവം. സോ ഒറ്റ നിമിഷം കൊണ്ട് ആ റൂമിലുള്ള എല്ലാവരും അവളുടെ എനിമിയായി മാറും. ഈ ഒരു ഇത് നേടണം എന്നുണ്ടെങ്കിൽ റൂൾസ് ഉണ്ട്. ലൈക്ക് അവൾ ഒരു കൊല്ലം ആ ഒരു വീട്ടിൽ താമസിക്കണം, ഹ്യൂജ് മാൻഷൻ ആൻഡ് വിത്ത് ദിസ് ഫാമിലി, ഈ ഒരു ഹോത്തോൺ ഫാമിലിയായിട്ട് നിൽക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അവളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആരും അവളെ മർഡർ ചെയ്യാതിരിക്കാനുള്ള ഭാഗങ്ങൾ നോക്കണം. പസിൽസ്, റിഡിൽസ് അതൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ടോബിയാസ്. സോ ഒരുപാട് എന്താ പറയുക ട്രഷർ ഹണ്ടിങ് ഒക്കെ പോലെ ഒരു ക്ലൂ ഉണ്ടാവും, അവിടുന്ന് വേറൊരു ക്ലൂ ഉണ്ടാവും, ആ ക്ലൂ കഴിഞ്ഞ് അങ്ങനെയുള്ള ഒരു ബുക്കാണ്. സോ നിങ്ങൾക്ക് റിഡിൽസ്, പസിൽസ് അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു വിൽ ലവ് ദിസ് ബുക്ക്. എന്തുകൊണ്ടാണ് അവളെങ്ങനെ ഒരു ടോബിയാസ് എല്ലാം ഏൽപ്പിച്ചത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എല്ലാം ഈ ഒരു പസിലാണ് കിടക്കുന്നത്. ഭയങ്കര ബിഞ്ച് വർത്തി ആയിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. ബട്ട് ഐ തിങ്ക് ആ ക്യാരക്ടേഴ്സിനൊന്നും എൻ്റെ മനസ്സിലൊരു സ്ഥാനം പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും നോട്ട് സോ മൈ ഫേവറേറ്റ് സീരീസ്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് വർത്തി റീഡ് ആൻഡ് വൺ ടൈം റീഡ്. So if you love the premise, then definitely check this one. The next one is These Violent Delights. ഇത് ഒരു റീടെല്ലിംഗ് ആണ്, ലൈക്ക് ഷേക്സ്പിയറിന്റെ റോമിയോ ജൂലിയറ്റിന്റെ റീടെല്ലിംഗ് ആണ്. സോ ഇത് ഹാപ്പൻ ചെയ്യുന്നത് ഷാങ്കായി എന്ന് പറഞ്ഞിട്ട് ചൈനയിലുള്ള ഒരു സ്ഥലത്താണ്. കുറച്ചൊരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. ലൈക്ക് ഒരുപാട് 80s സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 2 ഗ്യാങ് ആണുള്ളത്, ഒന്ന് സ്കാർലറ്റ് ഗ്യാങ്, ഒന്ന് വൈറ്റ് ഫ്ലവേഴ്സ്. ജന്മന ശത്രുക്കളാണ് 2 ഗ്യാങ്ങും. ഈ സ്കാർലറ്റ് ഗ്യാങ്ങിലെ ഹയർ ആണ് ജൂലിയറ്റ്, അതുപോലെ വൈറ്റ് ഫ്ലവേഴ്സിലെ ഹയർ ആണ് റോമ. അപ്പൊ ഇവർ 2 പേരാണ് ഇപ്പോ ഈ ഒരു ഗ്യാങ് ലീഡ് ചെയ്യുന്നത്. രണ്ടും തന്നെ എന്താ പറയാ കൊട്ടേഷൻ സംഘം ഒക്കെ പോലത്തെ ഗ്യാങ്ങുകളാണ്. ഷാങ്കായിന്റെ സെൻട്രലായിട്ട് ഒരു റിവർ ഉണ്ട്. സോ ആ റിവറിൽ ഒരു മോൺസ്റ്റർ ഉണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവും. സോ ആ മോൺസ്റ്റർ കാരണം ഒരു മാഡ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം സ്പ്രെഡ് ആവുകയാണ് അവിടെ എല്ലാവർക്കും. സോ മാഡ്നെസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക വെച്ചാല് ഭയങ്കര ഗ്രൂസമായിട്ട് അവരെ തന്നെ കൊല്ലും. ലൈക്ക് സെൽഫായിട്ട് തൊണ്ടൊക്കെ പറിച്ച് കൊല്ലുന്ന അങ്ങനെയൊക്കെ അവര് സ്വയം മരിക്കും. ഈ മാഡ്നെസ് ആരാണ് ഫസ്റ്റ് ആയിട്ട് ഇവിടെ തുടങ്ങി വെച്ചെന്ന് അറിയില്ല, ബട്ട് അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും 2 ഗ്യാങ്സിലും. സോ റോമക്കും ജൂലിയറ്റിനും വേറൊരു വഴിയില്ല, അവർ 2 പേരും നീഡ് ടു ഡിഗ് ഇൻ ടു ദിസ്. സോ അവർ 2 പേരും തമ്മിൽ പിന്നെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ലൈക്ക് 4 years മുന്നേ അവർ 2 പേരും ഇഷ്ടത്തിലായിരുന്നു, ബട്ട് ദെൻ അവരുടെ ഫാമിലി അത്രയും എനിമീസ് ആയതുകൊണ്ട് അവര് പിരിഞ്ഞതാണ്. സോ നൗ they are on the അവർക്ക് ഇത് കണ്ടുപിടിക്കണം. സോ ഓൺ ദ വേ they will fall in love. സോ അങ്ങനത്തെ ഒരു ബുക്കാണ്. സോ ഇതിൽ സൈഡ് ക്യാരക്ടേഴ്സിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. they were my favorite. ഫസ്റ്റ് ബുക്കാണ് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ബുക്കിലെ സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഭയങ്കര ഇൻട്രീഗിങ് ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സെക്കൻഡ് ബുക്ക് വാസ് എ 2-star റീഡ് ഫോർ മീ. കാരണം ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു ഐ തിങ്ക് ഇതൊരു സ്റ്റാൻഡ് അലോൺ ആയാൽ മതിയായിരുന്നു. എന്തിനാ ഒരു സീരീസ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. ലൈക്ക് ആ ഒരു ആവശ്യമില്ലാത്ത പോലെ എനിക്ക് തോന്നിപ്പോയി. സോ ബട്ട് ഇറ്റ്സ് എ ബിഞ്ച് വർത്തി സീരീസ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. അറ്റ് ദ മൊമെന്റ് നമ്മൾ വായിക്കുന്ന സമയത്ത് വിൽ ബി സോ ഇൻട്രീഗ്, വിൽ ലവ് ദ ക്യാരക്ടേഴ്സ്. സോ ഓഫ് കോഴ്സ് നമ്മൾ സെക്കൻഡ് ബുക്ക് വായിക്കുമ്പോഴും നമ്മൾ ആ ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതുണ്ടാവില്ല. സോ ഇഫ് യു ലവ് ദ പ്രൊമേഴ്സ് ദെൻ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ദേവബാദ് ട്രിലജി. ഇതിൽ 3 ബുക്സ് ആണുള്ളത്. 3ഉം തന്നെ ഭയങ്കര കുറച്ച് കട്ടിയുള്ള ബുക്സ് ആണ് കേട്ടോ. സോ ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള സീരീസ് ആണ്, ഒരുപാട് വേൾഡ് ബിൽഡിങ്സ് ഒക്കെ ഉള്ള സീരീസ് ആണ്. സോ ഇത് വായിക്കുന്നതിന് മുമ്പേ ലൈക്ക് കുറച്ചൊക്കെ ഒരു കോൺസെൻട്രേഷനും ഫോക്കസ് ഒക്കെ വേണ്ട ബുക്സ് ആണ്. ബട്ട് ഇറ്റ്സ് എ ഹോൾസം സീരീസ്. സോ ദ മെയിൻ ക്യാരക്ടർ ഈസ് നാഹരി. സോ അവള്
കുറച്ച് തെരുവിലാണ് ജീവിക്കുന്നത്. ലൈക്ക് അവള് പുവറാണ്, അവൾക്ക് പൈസയൊന്നുമില്ല. സോ അങ്ങനെ അവള് കുറച്ച് തട്ടിപ്പൊക്കെ നടത്തിയിട്ടാണ് ജീവിക്കുന്നത്. അവളൊരു കോൺ വുമൺ ആണ്, ഒരു റിലീജിയസ് തട്ടിപ്പാണ് ചെയ്യുന്നത്. ലൈക്ക് പലതും ഓരോ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് അസുഖമൊക്കെ മാറ്റി കൊടുക്കുക. സോ അങ്ങനത്തെ ഒരു തട്ടിപ്പാണ്. സോ അങ്ങനെ ഒരു രാത്രി അവളിങ്ങനെ എന്തോ ഒരു ഇത് ഇങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള എന്തോ സാധനം ഇങ്ങനെ ചൊല്ലുമ്പോ ഒരു ജിന്നിനെ സമ്മൺ ചെയ്യും. അപ്പൊ ആ ജിന്ന് വരും. അപ്പൊ ആ ജിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ധാര. ഐ ലവ് ധാര. സോ ധാര ഒരു ഭയങ്കര മൈറ്റി ആയിട്ടുള്ള വാരിയറാണ്. ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത ഈ ഒരു വലിയ മൈറ്റി വാരിയറിനെ ഇവള് ഒരു രാത്രി സമ്മൺ ചെയ്യണം. സോ ധാര വരുമ്പോ ധാര ഇസ് ലൈക്ക് എന്നെന്തിനാ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് സമ്മൺ ചെയ്തത്, ലൈക്ക് ഞാന് വലിയൊരാളാണെന്നുള്ള രീതിയിലായിരിക്കും. അവൾക്ക് എന്തൊക്കെയോ മാജിക്കൽ അബിലിറ്റീസ് ഉണ്ടെന്ന് ധാരയ്ക്ക് മനസ്സിലാവും. സോ അവൾ എന്ത് ചെയ്യും, ദേവബാദ് സിറ്റിയിലോട്ട് കൊണ്ടുവരാം. സോ ദേവബാദ് സിറ്റിയിൽ എല്ലാവരും തന്നെ മാജിക്സ് ഉള്ള ആൾക്കാരാണ്. സോ അവിടെയാണ് നമ്മുടെ വേൾഡ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ദേവബാദ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കഹ്താനീസ് എന്ന് പറഞ്ഞ ഒരു ടീംസ് ആണ്. സോ ഈ കഹ്താനീസിന് മുന്നേ ഭരിച്ചിരുന്നവരായിരുന്നു നഹീദീസ്. ഈ നഹീദീസിലുള്ള ഒരാളാണ് നാഹരി. കാരണം നാഹരി ഒരു ഹീലറാണ്, ഡോക്ടറൊക്കെ പോലെ. അറ്റ് ദ സെയിം ടൈം അവള് കണ്ടുപിടിക്കുക ലൈക്ക് അവളുടെ ആ ഒരു ഹീലിംഗ് കാപ്പബിലിറ്റീനെ അവള് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാമെന്ന് നോക്കുന്നു. പിന്നെ അവള് മാത്രമാണ് ആ നഹീദി ഫാമിലിയിലെ ലാസ്റ്റ് തരി. സോ അവള് എന്തൊക്കെയാണ് അവളുടെ ഈ ഒരു നഹീദി ഫാമിലിക്ക് സംഭവിച്ചത് എന്നൊക്കെ ത്രൂ ഔട്ട് ദ സീരീസ് നമുക്ക് കിട്ടും. കഹ്താനീസിലെ യങ്ങസ്റ്റ് സണ്ണാണ് അലി. അലി ഒരു മുഖ്യ കഥാപാത്രമാണ്. സോ ഐ ലവ് അലി. അലി ഒരു അഡോറബിൾ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. ഞാൻ വായിക്കുന്ന സമയത്ത് ഭയങ്കര എൻജോയ് ചെയ്തൊരു സീരീസ് ആണ്. ആൻഡ് ത്രൂ ഔട്ട് നമുക്ക് ഇതിൽ ഒരുപാട് പൊളിറ്റിക്കൽ ഇൻട്രീഗ്സ് ആണ് വരുന്നത്. ഇതിൽ റൊമാൻസും വരുന്നുണ്ട് സൈഡ് ലൈൻ ആയിട്ട്. സോ വി ലവ് ദ റൊമാൻസ്, വി ലവ് ദ ക്യാരക്ടേഴ്സ്, we love the political intrigue. So totally എല്ലാം ഉള്ളൊരു ഹോൾസം സീരീസ് ആണ്. സോ ഇഫ് യു ലവ് ദ പ്രമിസ് then definitely check this one. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ടോപ്പ് 3 സീരീസ് ആണ്. തേർഡ് വൺ is ഹങ്കർ ഗെയിംസ്. സോ ഹങ്കർ ഗെയിംസ് അറിയാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി റീഡ്. നിങ്ങൾ ഇനി വായിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഗോ ആൻഡ് വാച്ച് ദ മൂവീസ്. ആൻഡ് ഇപ്പോഴും ഞാൻ ആ ഒരു സീരീസ് കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ വായിക്കുകയാണെങ്കിലോ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഫീൽ യുനോ എൻ്റെ ടൈമിന് സെറ്റ് ആവാത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ കാറ്റ്നിസ് ഭയങ്കര കിക്ക് ആസ് സ്ട്രോങ് ആയിട്ടുള്ള നെറേറ്ററാണ്. ആൻഡ് ആർക്കും തന്നെ മറക്കാൻ പറ്റില്ല അവളെ. എനിക്ക് അവൾ അത്രയും പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. ഒരുപാട് ഡിസ്ട്രിക്ട്സ് ഉണ്ട്. സോ ആ ഡിസ്ട്രിക്ട് ന്നൊക്കെ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ പേര് കൊടുക്കണം. സോ ഹങ്കർ ഗെയിംസിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ എല്ലാ വർഷവും അവർ വന്നിട്ട് ഒരു ബോയ് ഒരു ഗേളിനെ അവർ നെറുക്കെടുത്തിട്ട് സെലക്ട് ചെയ്യും ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഈ ഹങ്കർ ഗെയിംസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഈ വർഷം അവരുടെ ഡിസ്ട്രിക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് സെലക്റ്റഡ് ആവുന്നത് കാറ്റ്നിസിന്റെ സിസ്റ്റർ ആണ്. സോ അവൾക്ക് ഇപ്പോ ആ ഒരു ഏജ് ആയിട്ടുള്ളൂ, ലൈക്ക് അവള് ചെറിയ കുട്ടിയാണ്. സോ അവൾക്ക് പകരമായിട്ടാണ് കാറ്റ്നിസ് വോളണ്ടിയർ ചെയ്തിട്ട് ഈ ഹങ്കർ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അവളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ബോയ് ആണ് പീറ്റ. ഈ ഹങ്കർ ഗെയിംസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഹെയ്മിച്ച് എന്ന് പറഞ്ഞ ആളാണ് ഇവരെ ട്രെയിൻ ചെയ്യുന്നത്, ലൈക്ക് അവരെ സ്ട്രോങ്ങർ ആക്കുന്നത്, ലൈക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പല കാര്യങ്ങളും. പോപ്പുലേഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹങ്കർ ഗെയിംസ് ഹാപ്പൻ ചെയ്യുന്നത്. സോ ഹങ്കർ ഗെയിംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലക്റ്റഡ് ആയിട്ടുള്ള ഈ ടീനേജേഴ്സിനെ അവർ എടുത്തിട്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒരാൾ മാത്രം ജയിക്കും അതിൽ. അപ്പോൾ അവർക്ക് തമ്മിൽ കൊന്നിട്ടും ഇതാക്കിയിട്ടൊക്കെ. ആൻഡ് ആ ജയിക്കുന്ന ആളുടെ ഡിസ്ട്രിക്റ്റിനായിരിക്കും ഭയങ്കര ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. സോ ഇതാ ഒരു ഡിസ്റ്റോപ്പിയൻ ആണ്, ലൈക്ക് ബാഡ് ഗവൺമെന്റ് ഡിസ്റ്റോപ്പിയൻ കൈൻഡിൽ വരുന്നതാണ്. ബട്ട് ഇറ്റ്സ് സോ ഗുഡ്. ലൈക്ക് കാറ്റ്നിസ് ആസ് എ ക്യാരക്ടർ ഭയങ്കര ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ് അവൾക്ക് ത്രൂ ഔട്ട് ദ ബുക്ക്. ആൻഡ് ദർ ഇസ് എ റൊമാൻസ് ബട്ട് ഐ ഡോണ്ട് റൂട്ട്. എനിക്ക് ആ റൊമാൻസ് ആയിരുന്നില്ല എൻ്റെ ഒരു ഫേവറേറ്റ് കാര്യം. ഐ ലവ്ഡ് കാറ്റ്നിസ് ആക്ഷൻസ്. ലൈക്ക് അവൾ ആ ഫീൽഡിൽ, ലൈക്ക് ഹങ്കർ ഗെയിംസ് ഫീൽഡിൽ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ, അവളുടെ റെബല്യൻ. സോ അതൊക്കെ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. ലൈക്ക് എനിക്ക് ക്യാരക്ടേഴ്സിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ റിയു വാസ് മൈ ഫേവറേറ്റ്. ദെൻ സിന്ന വാസ് മൈ ഫേവറേറ്റ്. പിന്നെ ഹെയ്മിച്ചിനെ എനിക്ക് ആദ്യം കുറച്ച് ഇഷ്ടമല്ലെങ്കിലും ബട്ട് ദെൻ
ഐ ലൈക്ക് ഹിം ഫ്രം ദ സെക്കൻഡ് സീരീസ്. ഈ ഹങ്കർ ഗെയിംസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദ സീരീസ് എല്ലാ ബുക്കും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ലൈക്ക് ദർ ഇസ് നോ ഫേവറേറ്റ്. ആൻഡ് ദ ലാസ്റ്റ് അതിൻ്റെ ഓവറോൾ കൺക്ലൂഷൻ, വാവ്, സോ ബ്രില്യൻലി ഡൺ. റൈറ്റിംഗ് ഈസ് ഇംപെക്കബിൾ. എനിക്ക് പറയാൻ പറ്റില്ല, വേർഡ്സ് ഇല്ല. എനിക്ക് അതിനോട് നൊസ്റ്റാൾജിക് ഫീലിങ്സ് ആണ് ഈ സീരീസിനോട്. റിയലി വർത്തി സീരീസ് ആൻഡ് of course you can binge it. If you love the premise, then definitely pick this one. Appo the next one is the Illuminae Files series. So ഇതൊരു sci-fi series ആണ്. So sci-fi എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് പല സയന്റിഫിക് ആയിട്ടുള്ള ടെക്നോളജി റിലേറ്റഡ് കാര്യങ്ങൾ മനസ്സിലാവില്ല ചിലവർക്ക്. എനിക്ക് അങ്ങനെയാണ്. ബട്ട് ഇതെനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സീരീസ് ആണെന്ന്. ഭയങ്കര ഈസി ആയിട്ട്, സൈഫൈയിൽ ഈസി ആയിട്ടുള്ള സീരീസ്, വളരെ ഈസി അല്ല, ബട്ട് സൈഫൈ വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ടുള്ള ഒരു സീരീസാണ്. പിന്നെ ഇതിൻ്റെ ഫോമാറ്റ് അത് ആദ്യം പറയണം. അപ്പോൾ ഇത് നിങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് റീഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഓഡിയോ ബുക്ക്. അപ്പോൾ ഓഡിയോ ബുക്ക് കേട്ടുകൊണ്ട് തന്നെ ഫോളോ ചെയ്തിട്ട് വായിക്കണം. ബുക്കിനെ ഫോളോ ചെയ്യണം. കാരണം ചില സമയത്ത് ഇത് ഇങ്ങനെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക, ചില സമയത്ത് ബുക്ക് ഇങ്ങനെ തിരിച്ചാലേ മനസ്സിലാവുള്ളൂ എന്താ എഴുതിയിരിക്കുന്നത്, ചില സമയത്ത് അത്രയും ടൈനി ആയിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. സോ ഒരു ബുക്ക് ഒരിക്കലും പറ്റില്ല. ബുക്ക് പിന്നെയും നമുക്ക് വായിക്കാം, ബട്ട് ബുക്സ് എനിക്ക് തോന്നുന്നു എക്സ്പെൻസീവ് ആണെന്ന്. അപ്പോൾ ഞാൻ ബുക്ക് ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. സോ ബുക്ക് ആണെങ്കിൽ അപ്പോൾ ഓഡിയോ ബുക്കും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം കുറച്ച്, പിന്നെ ഒരുപാട് പിക്ചേഴ്സ്, പിന്നെ ഇങ്ങനെ സോളാർ സിസ്റ്റത്തിൻ്റെത്, പിന്നെ ടൈപ്പ്ഡ് ആയിട്ടുള്ള മെയിൽസ്, പിന്നെ തമ്മിലുള്ള ചാറ്റിങ് പോലത്തെ അങ്ങനെ പെട്ടെന്ന് വായിക്കാൻ പറ്റിയ ഫോമാറ്റിലാണ് ഇത് ത്രൂ ഔട്ട് എഴുതിയിട്ടുള്ളത്. KD ആൻഡ് എസ്ര, അതാണ് ഫസ്റ്റ് ബുക്കിലെ മെയിൻ ക്യാരക്ടേഴ്സ്. സോ അവർ രണ്ടുപേരും ലവേഴ്സ് ആണ്. സോ അവർ ബ്രേക്കപ്പ് ആവുകയാണ്. അപ്പോൾ ആ ബ്രേക്കപ്പ് ആവുന്ന നേരത്താണ് അവിടെ ആ പ്ലാനറ്റ് മൊത്തം ഫോറിൻസ് വന്നിട്ട് അറ്റാക്ക്ഡ് ആവണം ആ ഒരു സമയത്ത്. ആൻഡ് ദെൻ അവരെല്ലാവരും എണീക്കുന്നത് ഈ ഒരു ഷിപ്പിനുള്ളിലാണ്. ആ ഷിപ്പിനുള്ളിൽ വെച്ചിട്ടാണ് പിന്നെ ഈ ത്രൂ ഔട്ട് ഈ സീരീസ്. സോ ഒരുപാട് എനിമീസ് ഉണ്ട് ആ ഷിപ്പിൽ, റെഫ്യൂജീസ് ഉണ്ട്. സോ KD ഒരു ഭാഗത്താണ് ഉള്ളത്, എസ്ര വേറൊരു ഭാഗത്താണ്. സോ ഇവർ രണ്ടുപേരും, പിന്നെ ഇവർക്ക് പിന്നെ വേറെ ആരും ഇല്ലല്ലോ. സോ അവർ രണ്ടുപേരും തന്നെ യുണൈറ്റ് ആയാലേ അവർക്ക് ഇതിനെ എഗെയിൻസ്റ്റ് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് ബുക്കില് വേറെ രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. അവരും ഇതേപോലെ ഷിപ്പിന് വേറൊരു സൈഡിലായിട്ടുള്ള രണ്ടാൾക്കാരാണ്. ആൻഡ് ദെൻ തേർഡ് ബുക്കിലാണ് ത്രൂ ഔട്ട് ഇവരെല്ലാവരും കൂടി ഒന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ബുക്ക് എൻ്റെ ഒരു 5 സ്റ്റാർ റീഡായിരുന്നു. സെക്കൻഡ് ബുക്ക് ഒരു 4 സ്റ്റാർ റീഡായിരുന്നു. തേർഡ് ബുക്ക് ഐ തിങ്ക് ഇസ് മൈ ലീസ്റ്റ് ഫേവറേറ്റ്. തേർഡ് ബുക്കിൽ കൺക്ലൂഷൻ എനിക്ക് ഇഷ്ടമായി, ബട്ട് ഫസ്റ്റ് പാർട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗിങ് ആയിരുന്നു. സോ നിങ്ങൾക്ക് ഇത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് എനിക്കറിയില്ല, ബട്ട് I really loved Aiden. And ഈ ഒരു സീരീസ് കഴിയുമ്പോൾ എൻ്റെ ആകെയുള്ള ഒരു ഫീലിങ്സ് എന്താ വെച്ചാൽ എനിക്ക് ഇനി ആ ഒരു കോണ്ടന്റ് ഇല്ലല്ലോ, ലൈക്ക് എയ്ഡൻ്റെ ആ ഭാഗങ്ങൾ ഇനി ഇല്ലല്ലോ എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. സോ ഐ റിയലി എൻജോയ് ദി സീരീസ്. ഈ സീരീസൊക്കെ എൻ്റെ ആ ഒരു ഞാൻ എൻ്റെ റീഡിങ് ജേർണിയിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇമ്പാക്റ്റ് ആയ ബുക്സ് ആണ്. ഇഫ് യു വാണ്ട് ട്രൈ ദം ദെൻ ഡെഫിനറ്റ്ലി ട്രൈ ദം. ഇറ്റ്സ് എ ബിഞ്ച് വർത്തി സീരീസ്. ദ ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് ഇസ് ദ ക്രൂവൽ പ്രിൻസ് ട്രിലജി. ദിസ് ഇസ് മൈ ഫേവറേറ്റ് സീരീസ്. ക്രൂവൽ പ്രിൻസിലെ മെയിൻ ക്യാരക്ടറാണ് ജൂഡ്. ജൂഡ് ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ഫീമെയിൽ ക്യാരക്ടർ. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും, എനിക്ക് സ്ട്രോങ് ലീഡ് ക്യാരക്ടേഴ്സിനെയാണ് ഇഷ്ടം. സോ അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് ജൂഡ്. ഐ ലവ് ജൂഡ്. ജൂഡ് കാരണമാണ് എനിക്ക് ഈ സീരീസ് അത്രയും ഇഷ്ടമായത്. ഇറ്റ്സ് എ ബിഞ്ച് വർത്തി സീരീസ്. ഭയങ്കര ചെറിയ ബുക്സ് ആണ്. ആൻഡ് എല്ലാം തന്നെ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്, ഭയങ്കര ഫാസ്റ്റ് ആണ്. എല്ലാം തന്നെ ലൈക്ക് ഓൺ ദ ഫേസ് ആണ്. ലൈക്ക് എല്ലാം പെട്ടെന്ന് സംഭവിക്കും. ഞാൻ ഒറ്റ ആഴ്ച കൊണ്ടാണ് ഈ 3 ബുക്ക് വായിച്ചത്. സോ ക്രൂവൽ പ്രിൻസ് ഹാപ്പി ചെയ്യുന്നത് ഫേ വേൾഡിലാണ്. സോ ഒരു ഫെയറി ടൈൽ വേൾഡാണ്. അപ്പോൾ ജൂഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഹ്യൂമൺ ആണ്. അപ്പോൾ ജൂഡിന്റെ പാരൻസിനെ ഒരു ഫെയറി വന്നിട്ട് കൊലപ്പെടുത്തും. ആൻഡ് ദെൻ അതിന്റെ ബാക്ക് സ്റ്റോറി ഒക്കെ നമുക്ക് കിട്ടും. ആൻഡ് ദെൻ മാഡോക്ക് എന്ത് ചെയ്യും, ജൂഡിന്റെ ട്വിൻ സിസ്റ്ററിനെയും കൊണ്ട് ഫെയറി വേൾഡിലേക്ക് വരികയാണ്. സോ ഫെയറി വേൾഡിലാണ് പിന്നെ അവള് ചെറുപ്പം തൊട്ടേ വളരുന്നത്. സോ അവള് ഫെയറി വേൾഡിനോട് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഈ ഒരു ഫെയറി വേൾഡിലുള്ള കിങ് മരിക്കും.
അപ്പോൾ ആ കിങ്ങിന് ഉണ്ടായിരുന്നത് 11 മക്കളാ തോന്നുന്നു, 11 13 നല്ല ഒരുപാട് മക്കളുണ്ട്. സോ ഇതാ ഒരു സ്കീമിംഗ് ആണ്, ആരാണ് ആ ത്രോണിലേക്ക് വരിക എന്നുള്ള സ്കീമിംഗ് ആണ്. സോ ജൂഡിന് എന്താന്ന് വെച്ചാല് ജൂഡിന് ആ ഫെയറി വേൾഡ് ഭയങ്കര ഇഷ്ടമാണ്. സോ അവൾക്ക് ആ ഒരു ത്രോണിൽ ഇരിക്കുന്ന ആള് ആ ഒരു ഫെയറി വേൾഡിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ആളായിരിക്കണം എന്ന് അവൾക്ക് നല്ല നിർബന്ധമുണ്ട്. ഈ കിങ്ങിന്റെ മക്കളിലെ ഏറ്റവും യങ്ങസ്റ്റ് ആണ് കാടാനാണ് ഇവളെ എപ്പോഴും ഉപദ്രവിക്കുന്ന ഒരാൾ. സോ ഇതൊരു എനിമീസ് ടു ലവേഴ്സ് റൊമാൻസ് ഉണ്ട് ഇതില് റൊമാൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഭയങ്കര എനിമീസ് ടു ലവേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും എനിമീസ് ടു ലവേഴ്സ് ആയിരുന്നു. ഒരു എന്താ പറയുക, സില്ലി എനിമീസ് അല്ല, ബട്ട് ദേ ഹേറ്റ് ഈച്ച് അതർ, റിയലി ഹേറ്റ് ഈച്ച് അതർ. ഐ റിയലി എൻജോയ് ജൂഡ് ആൻഡ് കാർഡ് എല്ലാം, അവരുടെ ആ സ്കീമിങ്, അവരുടെ ആ പ്ലോട്ട് എല്ലാം എനിക്ക് ഇഷ്ടമായി. സോ ഫസ്റ്റ് ബുക്ക് വായിച്ചപ്പോൾ ഇറ്റ്സ് എ 3 സ്റ്റാർ റേറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു ജൂഡ് ഇസ് എ നൈസ് ക്യാരക്ടർ, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ്. ബട്ട് സെക്കൻഡ് ബുക്ക് വായിച്ചപ്പോഴാണ് ഐ വാസ് സ്മിറ്റൺ ബൈ ദ സീരീസ്. സെക്കൻഡ് ബുക്കാണ് ഈ ട്രിലജിയിൽ എൻ്റെ ഫേവറേറ്റ്. ലൈക്ക് അതൊരു 5 സ്റ്റാർ റീഡ് ആയിരുന്നു. സെക്കൻഡ് ബുക്കിൽ ഒരുപാട് എന്താ പറയുക, പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും സംഭവിക്കും. ആൻഡ് വിൽ ബി ലൈക്ക് സോ മച്ച് ഇൻട്രീഗ്ഡ്. എന്താണ് സംഭവിക്കുന്നത് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും നമ്മൾ ത്രൂ ഔട്ട് ദ ബുക്ക്. എനിക്ക് ഓർമ്മയുണ്ട്, ഇതിൽ ആ സെക്കൻഡ് ബുക്ക് വായിക്കുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ ചുറ്റും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നിടത്ത് ഇരുന്നിട്ടാണ് ഞാൻ ഇതിലെ ആ സെക്കൻഡ് ബുക്ക് വായിക്കുന്നത് കേട്ടോ. ലൈക്ക് അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഐ റിമെമ്പർ ലൈക്ക് എനിക്ക് ഐ വാസ് ഗ്യാസ്പിങ്. ലൈക്ക് എനിക്കൊന്ന് സ്ക്രീം ചെയ്യണമെന്ന് വരെ തോന്നി. ബട്ട് യുനോ മറ്റുള്ളവരുണ്ടായതുകൊണ്ട് ഐ ജസ്റ്റ് കണ്ടെയ്ൻഡ് ഇറ്റ്. സോ അത്രക്ക് എനിക്ക് ആ ഒരു ഇമോഷണൽ കണക്ടിവിറ്റി ഈ സീരീസിനോടുണ്ട്. ക്യാരക്ടേഴ്സിനൊക്കെ പെട്ടെന്ന് കേട്ടോ ഗ്രോത്ത്, ഞാൻ പറയില്ല, എല്ലാം ഫാസ്റ്റ് ആണ് ഇതിൽ. സോ ചിലപ്പം ചില ക്യാരക്ടേഴ്സ് പാവമായിരുന്ന ക്യാരക്ടേഴ്സ് പെട്ടെന്ന് എനിമിയാവും, അല്ലെങ്കിൽ എനിമിയായ ക്യാരക്ടേഴ്സ് പെട്ടെന്ന് പാവം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന് പെട്ടെന്നായിരിക്കും ഗ്രോത്ത്. ചിലവർക്ക് അതൊന്നും ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. ഈവൻ ഈ ഒരു സീരീസിനെ പറ്റിയിട്ട് ഒരുപാട് എനിക്ക് തന്നെ ഞാൻ ക്രിട്ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ബട്ട് ഐ ഇഗ്നോർ ദം. കാരണം എനിക്ക് പറ്റില്ല. ഐ റിയലി ലവ് ദിസ്. എൻ്റെ ഈ ഒരു സീരീസിനോടുള്ള എൻജോയ്മെന്റ് ലെവല് അത്രയും കൂടുതലായതുകൊണ്ട് തന്നെ മറ്റു സൈഡ് ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങളൊരു പെട്ടെന്ന് ബിഞ്ച് ചെയ്യാൻ നിങ്ങളൊരു സീരീസ് നോക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ട്രൈ ദം. ആൻഡ് ഐ റിയലി ഹോപ്പ് യു എൻജോയ് ദിസ് സീരീസ്. ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് സീരീസ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ദം ഡൗൺ ബിലോ. ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട് സീരീസ് ഞാൻ വായിച്ചത്. ബട്ട് എല്ലാം തന്നെ ഈ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആയി പോകും വീഡിയോ. സോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പാർട്ട് 2 ചെയ്യാം. ആൻഡ് ഐ ഹോപ്പ് യു enjoyed my video. If you love my bookish content, then definitely like, comment, share and subscribe. I will see you with another video. Till then, bye bye and take care.